നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. യൂട്യൂബിലൂടെ വിഭാഗീയ പരാമർശം നടത്തിയ കുവൈത്തി മാധ്യമപ്രവർത്തകയ്ക്ക് പിഴ ശിക്ഷ. ക്രിമിനൽ കോടതിയാണ് ഐഷ അൽ റഷീദ് എന്ന മാധ്യമപ്രവർത്തകയ്ക്ക് 50,000 ദിനാർ പിഴ ചുമത്തിയത്. മുഹറം മാസത്തിൽ ഇവർ വീഡിയോ ക്ലിപ്പുകൾ വഴി രാജ്യദ്രോഹത്തിന് പ്രേരിപ്പിക്കുകയും ഷിയ വിഭാഗത്തെ അപമാനിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് കോടതി വിധി. സംഭവത്തിൽ മാധ്യമപ്രവർത്തക 500 ദിനാർ അടച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സൗദിയിൽ അടുത്ത ആഴ്ച അവസാനത്തോടെ ശൈത്യകാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ദേശീയ കാലാവസ്ഥാ വിഭാഗം ഔദ്യോഗിക വക്താവ് ഹുസൈൻ അൽ ഖഹ്താനിയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കഠിനമായ ശൈത്യകാലത്തിന്റെ സൂചനകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓൺലൈനിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളെ നിരാകരിക്കുന്നതായും കേന്ദ്രം മുമ്പേ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിൽ നിന്ന് ഉംറയ്ക്കായി സൗദിയിലേക്ക് പോകുന്ന എല്ലാ രാജ്യക്കാരും ഇനി വാക്സിൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നിർദ്ദേശം. ഉംറ ചെയ്യാനെത്തുന്നവർക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർബന്ധമാക്കി സൗദി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ബഹ്റൈനിലുള്ളവർക്കും അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാത്രക്കാരൻ സൗദിയിൽ ഇറങ്ങുന്നതിന് 10 ദിവസം മുമ്പെങ്കിലും വാക്സിൻ എടുത്തിരിക്കണമെന്നതാണ് നിർദ്ദേശം. നിയമം ഫെബ്രുവരി 10 മുതൽ പ്രാബല്യത്തിൽ വരും. ദുബായിൽ സുരക്ഷിതമായ സമുദ്ര നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും കാലഹരണപ്പെട്ട ലൈസൻസുമായി പ്രവർത്തിച്ചതിനും 47 മാരിടൈം വാട്ടർ ക്രാഫ്റ്റുകൾക്കും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾക്കുമെതിരെ ഡിസംബറിൽ 67 പിഴകൾ ചുമത്തിയതായി ദുബായ് പോലീസ് അറിയിച്ചു. കടൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായി വിപുലമായ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നടപടികളെന്ന് ദുബായ് പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൗദിയിലെ ജിസാനിൽ മിനി ബസുമായി ട്രെയിലർ ഇടിച്ച് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 15 പേർ മരണപ്പെട്ടതായിട്ടാണ് വിവരം. കൊല്ലം സ്വദേശി 31-കാരനായ വിഷ്ണു പ്രകാശാണ് മരിച്ച മലയാളി. ജിസാൻ അരാംകോ റിഫൈനറി റോഡിൽ വെച്ചായിരുന്നു അപകടം. മരിച്ചവരിൽ 9 പേർ ഇന്ത്യക്കാരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ട്രെയിലറുമായി ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരം. 26 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. കുവൈത്തിൽ വ്യാജരേഖ നിർമ്മിച്ചതിന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈജിപ്ഷ്യൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ പ്രൊഫഷണലുകളുടെ മുദ്രകൾ ഉപയോഗിച്ച് പ്രതി വ്യാജ റിപ്പോർട്ടുകളും മെഡിക്കൽ റെക്കോർഡുകളും സൃഷ്ടിക്കുകയായിരുന്നു. സ്കൂൾ ബാഗുകളുടെ ഭാരം പകുതിയായി കുറയ്ക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനവുമായി കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബ്ബായിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 2024-2025 അധ്യയന വർഷത്തിലെ 2ാം സെമസ്റ്ററിലേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ഒരു സെമസ്റ്ററിലേക്കുള്ള എല്ലാ പാഠഭാഗങ്ങളും ഒറ്റ പുസ്തകമായി അച്ചടിക്കാതെ ഇവ വിവിധ ഭാഗങ്ങളായി അച്ചടിക്കാനാണ് തീരുമാനം. പ്രവാസി മലയാളി ഖത്തറിൽ നിര്യാതനായി. കോരിയോട് ജയശ്രീ മന്ദിരം ശ്രീകുമാറാണ് കഴിഞ്ഞ ദിവസം ദോഹയിൽ മരിച്ചത്. പ്രവാസി വെൽഫെയർ റീപാട്രിയേഷന് കീഴിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. പ്രവാസികൾക്ക് തിരിച്ചടിയായി അക്കൗണ്ടിംഗ്, എഞ്ചിനീയറിംഗ് തൊഴിലുകൾ ഉൾപ്പെടെ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ 269 തൊഴിലുകളിൽ സൗദിവൽക്കരണം വരുന്നു. മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഇതിൽ ആദ്യഘട്ടം ഒക്ടോബർ 10 നിലവിൽ വരും. അക്കൗണ്ടിംഗ് പ്രൊഫഷനിൽ 5ഉം അതിൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആദ്യഘട്ടത്തിൽ 40% സൗദിവൽക്കരണമാണ് പാലിക്കേണ്ടത്. 5ാം ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങൾ 70% സൗദിവൽക്കരണം പാലിക്കണം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.